പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നന്മകൾ ചെയ്ത് വളരാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഡിസംബർ 21 ക്രിസ്മസിന് എത്താറായി. നോയമ്പ് കാലം അവസാനിക്കാനായി. പ്രാർത്ഥനയോടെ നമ്മൾ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. ഇന്ന് ഞാൻ ഈ വചനയാഖ്യാന വിരുന്നിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സ്തോത്രഗീതം. വലിയ സന്തോഷവും അഭിമാനവുമുണ്ട് എനിക്കിത് പറയുമ്പോൾ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് 2-3 വചനങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്, വലിയൊരു ആനന്ദമാണ് അമ്മയെ ലയിച്ച് ചേരാൻ. പ്രൈസ് ദി ലോർഡ്. അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് എനിക്ക് വചനം പറയാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് കൊണ്ട് അമ്മയോട് എനിക്ക് വലിയ ബഹുമാനവും സ്നേഹവും ഒക്കെ ഞാൻ ഡിവൈനേഴ്സിൽ ദൈവകരനായ അമ്മയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഷൈൻ ഓഫ് ഹോളി മേരിയിൽ വളരെ പ്രസംഗിച്ചു. അതുകൊണ്ടെനിക്ക് അമ്മയോട് വലിയ സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ട്. അമ്മയുടെ കാര്യം പ്രസംഗിക്കുമ്പോൾ എന്തോ ഒന്ന് അമ്മയുടെ ഞാൻ ലയിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടാവുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 1-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനം. അമ്മയുടെ സ്തോത്രഗീതമാണ്. ഇപ്രകാരം പറയുന്നു: മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മാറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസരായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒരു വിശുദ്ധനായ വൈദികനെ ഓർക്കാനായിട്ട് SIPS ധ്യാനകേന്ദ്രത്തിൻ്റെ റെട്രായി സേവനം ചെയ്തുകൊണ്ടിരുന്ന ഈ അടുത്ത കാലത്ത് പുണ്യനായ വൈദികൻ, വിശുദ്ധനായ അദ്ദേഹം അപ്പോൾ ആ അച്ഛൻ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുമെന്ന് വലിയ വിശ്വാസം എനിക്കുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ വിശുദ്ധനായ വ്യക്തിയെ ഓർക്കാനായിട്ടിരിക്കുക. വിശുദ്ധനായി പ്രഖ്യാപിക്കേണ്ടില്ല എങ്കിലും
വിശുദ്ധനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം ഒരു വിശുദ്ധനായ വൈദികനായിരുന്നു എന്നത്. അദ്ദേഹത്തെ ഞാൻ ഇപ്പോഴും എൻ്റെ പ്രാർത്ഥനകളിൽ ആ വൈദികനെ ഞാൻ അനുസ്മരിക്കുന്നുണ്ട്. ആ അച്ഛൻ്റെ പേര് ഫാദർ ജോർജ് കരിന്തോടിൽ എന്നാണ്. ഒരു പക്ഷേ അറിയാമായിരിക്കും. SIBS ധ്യാനകേന്ദ്രത്തിൻ്റെ റെട്രച്ചനാണ്. താണിപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് ധ്യാനകേന്ദ്രം. ആ അച്ഛൻ എൻ്റെ അമ്മയോട് പറഞ്ഞായിരുന്നു, എല്ലാ ദിവസവും ഞാനിപ്പോൾ വായിച്ച ഈ പറഞ്ഞ തിരുവചനം എല്ലാ ദിവസവും ചൊല്ലി മാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു അല്ലേ? എല്ലാ ദിവസവും ചൊല്ലി മാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അമ്മ സമയം കിട്ടുമ്പോഴൊക്കെ അമ്മ മാതാവിൻ്റെ മുൻപിൽ പോയിരുന്നുണ്ട് ഇങ്ങനെ ആ സ്തോത്രിക്കുന്നത് ചൊല്ലുമായിരുന്നു. ആ അച്ഛനെ ഓർക്കാനായിട്ട് ഞാൻ ആ അച്ഛനോട് വളരെ കടപ്പെട്ടിരിക്കുകയാണ്. സ്വർഗത്തിലിരുന്ന അച്ഛനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകും. അച്ഛന് വേണ്ടി ഞാനും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അപ്പോൾ ഈ വചനത്തിന്റെ വിശുദ്ധീകരണത്തിലേക്ക് വരാം. കുറെ പറഞ്ഞു പോയി. പരിശുദ്ധ അമ്മയുടെ ആത്മാവ് കർത്താവിനെ സ്തുതിക്കുന്നു എന്നാണ്, മഹത്വപ്പെടുത്തുന്നു എന്നാണ് ഈ വചനത്തിലൂടെ അർത്ഥമാക്കുന്നത്. ആദ്യത്തെ തിരുവാക്യം, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം, പരിശുദ്ധ അമ്മയുടെ ഹൃദയം കർത്താവിൽ തുടിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ, എളിമയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. പരിശുദ്ധ അമ്മ എല്ലാവരും ഭാഗ്യവതി ഭാഗ്യവതി എന്ന് വിളിക്കുന്നത് കാരണം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ഈശോയാണെന്ന് നമുക്കറിയാം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എൻ്റെ പഠിപ്പോ പത്രാസോ ഒന്നുമല്ല, ദൈവമാണ് എനിക്ക് വലിയ കാര്യം ചെയ്തു തന്നത്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. കണ്ടോ, പരിശുദ്ധ അമ്മ ദൈവത്തെ വാഴ്ത്തി സംസാരിക്കുന്നത് കണ്ടോ. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ദൈവത്തിന് ഭക്തനോട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ലവാണ് ദൈവത്തിന്. അപ്പോൾ ദൈവം ഭക്തരുടെ മേൽ കരുണ വർഷിക്കും. അവിടുന്ന് അതിന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. കണ്ടോ, ദൈവത്തിന്റെ ശക്തിയിലുള്ള പരിശുദ്ധ നമ്മുടെ വിശ്വാസം കണ്ടോ. അതിന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ, അടുത്ത ഹെഡിങ് ആണ് ശ്രദ്ധിക്കേണ്ടത്, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്ന സമ്പന്നരായ മനുഷ്യനെ എല്ലാം ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും അറച്ചിട്ടു. ശക്തന്മാരുടെ കിരീടമൂരി, ശക്തന്മാരുടെ സിംഹാസനത്തിൽ നിന്ന് അവരെ ദൈവം മറിച്ചിട്ടു. എളിയവരെ ദൈവം ഉന്നത സ്ഥാനത്തേക്ക് നയിച്ചു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ ദൈവം വിശിഷ്ട വിഭവങ്ങൾ ാക്കി. വിശപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ മറ്റൊരു അർത്ഥത്തിൽ എടുക്കരുത്. ഫുഡിന് വേണ്ടിയുള്ള വിശപ്പല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫുഡിന് വേണ്ടിയുള്ള വിശപ്പല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള വിശപ്പാണ്, ആത്മീയമായ വിശപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തിന് വേണ്ടിയുള്ള, ആശ്വാസത്തിന് വേണ്ടിയുള്ള ആത്മീയമായ വിശപ്പ്. വിശ്വസിക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ നിർത്തലാക്കി. എന്നാ വിശിഷ്ട വിഭവം? ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ഭക്തി, ദൈവഭയം എല്ലാ ജ്ഞാനങ്ങളാലും ഫലങ്ങളാലും സമ്പന്നമാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. എല്ലാം തികഞ്ഞു. ഞാനെന്നും
ഒന്നുമല്ല, എല്ലാം തികഞ്ഞു, ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുന്നവരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. സമ്പന്നനെ വെറും കൈയോടെ പറഞ്ഞയച്ചു. അടുത്ത വാക്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട്, തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസരായ ഇസ്രായേലിനെ സഹായിച്ചു. കണ്ടോ, ദൈവത്തിന്റെ വിശ്വസ്തത പരിശുദ്ധ അമ്മ ഇവിടെ എടുത്തു കാണിക്കുന്നു. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ, കണ്ടോ, പൂർവ്വ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ദൈവം ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചു തന്നെ. മാതാവ് അവിടെ ദൈവത്തിന്റെ വലിയ കരുണയെ പുകഴ്ത്തുകയാണ്. അവസാന ഭാഗത്തിലൂടെ മറിയം അവളോട് കൂടെ 3 മാസം താമസിച്ച്, എത്ര മാസമാ 3 മാസം താമസിച്ച് എലീശാനെ ശുശ്രൂഷിച്ചാണ് പരിശുദ്ധ അമ്മ മടങ്ങുന്നത്. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ആത്മാവിന് ദൈവത്തെ മഹത്വപ്പെടുത്താനും സ്തുതിക്കാനും ആരാധിക്കാനും എളിമയുടെ ഒരു മനോഭാവം, ഞാനൊന്നും അല്ല എന്നുള്ള ഒരു മനോഭാവത്തിൽ ജീവിക്കാൻ, വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സമ്പന്നരാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സമ്പന്നരെ പോലെ ഞാനെല്ലാം തികഞ്ഞതാണ്, ഞാൻ വലിയ സംഭവമാണ്, എന്നെ കവിഞ്ഞ് വേറെ ആരുമില്ല എന്നുള്ള ചിന്തയിൽ നടക്കാതെ ദൈവം നമ്മളെ സംരക്ഷിക്കട്ടെ. ആമേൻ. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ മറിയത്തിൻ്റെ സ്തോത്രങ്ങൾ ആവർത്തിച്ചുവിടാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്, കർത്താവേ, ഞാൻ വലിയ സംഭവമാണ്, എന്നെ കവിഞ്ഞ് വേറെ ആരുമില്ല, ഞാൻ വലിയ ഒരു എന്തോ ആണെന്നുള്ള ഭാവത്തിൽ നടക്കാതെ എളിമയുടെ ഭാവത്തിൽ പരിശുദ്ധ അമ്മയുടെ മനോഭാവത്തിൽ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം തരുന്നതും ദൈവം അനുവദിക്കുന്നതും ദൈവം ആശീർവദിക്കാൻ മാത്രം ഇവിടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ സർവശക്തനും കാരുണ്യവാനും ദയാലുവും എളിമയുള്ളവനുമായ ദൈവം ഇടയാക്കട്ടെ. ആമേൻ. ഞാൻ ഒന്നുമല്ല എന്നുള്ള നാമത്തിൽ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you all. Praise the Lord.